മതാധ്യാപകരെ, കൈക്കാരന്മാരായ പൂപ്പഞ്ചേട്ട, സതീശേട്ട, മാതാവിന്റെ ഭവന സന്ദർശനം എത്തിച്ചിരിക്കുന്ന എന്റെ സ്നേഹമുള്ള സഹോദരങ്ങളെ, 16 സ്നേഹ സമൂഹത്തിലേക്ക് തിരികൊണ്ടു പങ്കെടുക്കും. ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ എന്റെ ജീവിതത്തിൽ പ്രകാശമാകുമ്പോൾ എന്നതാണ്. നമുക്ക് ജീവൻ പകരുന്നത് പരിശുദ്ധാത്മാവാണ്. നമുക്ക് മാത്രമല്ല, പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും ജീവൻ പകരുന്നത് പരിശുദ്ധാത്മാവാണ്. നാം വിശ്വസിക്കുന്ന ഏക ദൈവത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാവ് 3 ആളുകളുണ്ട്. ഇതിൽ പിതാവ് ദൈവമാവുന്നു, പുത്രൻ ദൈവമാവുന്നു, പരിശുദ്ധാത്മാവും ദൈവമാവുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും സ്നേഹമായി പുറപ്പെടുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന് 7 ദാനങ്ങളുണ്ട്: ജ്ഞാനം, ബുദ്ധി, അറിവ്, ആലോചന, ആത്മശക്തി, ഭക്തി, ദൈവഭയം. നമുക്കെല്ലാവർക്കും അറിയാം, ഈശോ തിരഞ്ഞെടുത്ത ശിഷ്യന്മാരെല്ലാം സാധാരണക്കാരായിരുന്നു. അവർക്കെല്ലാം മറ്റുള്ളവരുടെ മുന്നിൽ സംസാരിക്കാനുള്ള കഴിവ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പെന്തക്കോസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞതോടെ അവർക്ക് ദൈവിക ജ്ഞാനമുണ്ടായി. അവരെല്ലാം നഷ്ടധൈര്യമായിരുന്ന അവരെ നല്ല പ്രാസംഗികരാക്കി മാറ്റി. യേശുവിനെ പറ്റി അവർ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിച്ചു. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയുന്നതോടെ നമുക്ക് വിശുദ്ധിയിൽ വളരാൻ സഹായിക്കുന്നു. സുവിശേഷ വഴികളിലൂടെ നമ്മെ നടത്തുന്നു. ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നു. പരസ്പരം സ്നേഹിക്കുന്നു, പരസ്പരം പങ്കിടുന്നു. ജ്ഞാനവും ഭക്തിയും നമുക്ക് പ്രദാനം ചെയ്യുന്നു. യേശു പിശാചുകളെ അകറ്റിയത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ്. നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് സമൃദ്ധമായി പരിശുദ്ധാത്മാവിനെ നൽകും. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉപയോഗിച്ച് നമുക്ക് സുവിശേഷ സാക്ഷ്യത്തിന് സാക്ഷികളായി തീരാം. പെന്തക്കോസ്താ ദിനം, അതായത് യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം പരിശുദ്ധ അമ്മയോടൊപ്പം ശിഷ്യന്മാർ സെഹിയോൻ ഉദ്ദേശാലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആകാശത്ത് നിന്നും കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദമുണ്ടായി. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ നിറഞ്ഞു. അവരെല്ലാം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അവർ അപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് കൊടുത്ത ഭാഷണ വരെ ഉപയോഗിച്ച് അവർ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിച്ചു. ആ സുവിശേഷ പ്രസംഗം കേട്ടവരെല്ലാം വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്നവരായിരുന്നു. അവർ തന്നെ അത്ഭുതപ്പെട്ടു. കാരണം അവർ കേട്ടത് അവരവരുടെ ഭാഷകളായിരുന്നു. അവർ പരസ്പരം പറഞ്ഞു, ഗലീലക്കാരായ ഈ ശിഷ്യന്മാരുടെ പ്രസംഗം നാം കേൾക്കുന്നത് നമ്മുടെ ഭാഷകളാണല്ലോ. അങ്ങനെ അവരെല്ലാം യേശുവിൽ വിശ്വസിച്ചു, ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അന്ന് 3000-ഓളം പേരാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചത്. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ അനുഗ്രഹം ചൊരിഞ്ഞു. യേശുവിൽ വിശ്വസിച്ചവർ ഒരുമിച്ച് കൂടിയപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ അനുഗ്രഹം ചൊരിഞ്ഞു. അവർ അങ്ങനെ ഒരു സഭാ സമൂഹമായി. ആദിമസഭ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് പെന്തക്കോസ്താ ദിനത്തിലാണ്. അവർ ഒരു സഭാ സമൂഹമായി. അവർ പരസ്പരം സ്നേഹിച്ചു, പരസ്പരം പങ്കിട്ടു. അങ്ങനെ അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകാപരമായി തീർന്നു. യോഹന്നാൻ 15:5 പറയുന്നു, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെങ്കിലും ഞാൻ അവരിൽ വസിക്കുന്നു, അവർ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. യേശുവിന്റെ മാമോദീസ സമയത്തും നാം പരിശുദ്ധാത്മാവിനെ കാണുന്നുണ്ട്. യോഹന്നാനിൽ നിന്നും ഈശോ മാമോദീസ സ്വീകരിച്ചപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പിതാവായ ദൈവത്തിന്റെ സ്വരം പുറപ്പെട്ടു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അങ്ങനെ യേശു പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തരായി. സ്നേഹമുള്ളവരെ, നമുക്കും നമ്മുടെ തലമുറയ്ക്കും പരിശുദ്ധാത്മാവും വരങ്ങൾ ലഭിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി പരിശ്രമിക്കാം. കാരണം ഇന്നത്തെ തലമുറയ്ക്ക് സ്നേഹവും പരസ്പര പങ്കിടലും കുറഞ്ഞു വരികയാണ്. മൊബൈലും മറ്റും സമയം കണ്ടെത്തുന്നു, സന്തോഷം കണ്ടെത്തുന്നു. അവർക്ക് അത് അറിയണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും വരങ്ങളും അവരിൽ നിറയണം. അപ്പോൾ അവർ പരസ്പരം സ്നേഹിക്കും, പങ്കിടും. അവരായിത്തീരുന്ന മേഖലയിൽ അവരായിത്തീരും. അവർക്ക് ലക്ഷ്യങ്ങളുണ്ടാകും. അതിനായിട്ട് മാതാപിതാക്കളായ നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളണം, വിശുദ്ധ കുർബാന സ്വീകരിക്കണം, അതിനായിട്ട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇങ്ങനൊരു അവസരം ദൈവം തന്നതിന് ദൈവത്തിന് നന്ദി. എന്നെ കേട്ടിരിക്കുന്ന നിങ്ങളെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.